അല്ല, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക? എന്തിനെങ്കിലും ഒരു 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 ബലത്തിലായിരിക്കരുത്. നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്ന് തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത്. ഇത് വർക്കൗട്ട് ആവുന്ന കാര്യമല്ല ജോജു. ഇതൊന്നും ഇതെന്താന്ന് എനിക്കറിയില്ല. അഭിനയത്തിൻ്റെ ഒരു വകയും എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള റിവ്യൂവർ ചേച്ചിയുടെ കാസ്റ്റിങ്ങിനെ പറ്റിയും ആക്ടിങ്ങിനെ പറ്റിയും കുറച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. തുടക്കക്കാരിയുടേതായ പ്രശ്നങ്ങളുണ്ട് ആ സിനിമയിൽ. അത് എനിക്ക് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതിങ്ങനെ പോസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ട പോസ്റ്റ് അല്ല. അതൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയുടെ അമ്മയാണ്. ഞാനും കണ്ടിട്ടുള്ള, എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന, എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഏത് റിലേഷൻഷിപ്പിലാണ് ഗുഡ് ആൻഡ് ബാഡ് ഇല്ലാത്തത്? സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാൻ ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. നിങ്ങൾ വിചാരിക്കുന്നതാണ് പുള്ളി എനിക്ക് മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, നമസ്കാരം. നമുക്ക് ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വിഷു, ഈസ്റ്റർ ഒക്കെ വരികയാണ്. അപ്പം ആഘോഷങ്ങളിൽ ഏതുമായാലും സംഗീതമില്ലാത്തുള്ളൊരു ആഘോഷമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഉള്ള ഒരു ഫുൾ ടീമുണ്ട്. അഭേച്ചി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. സച്ച് എ പ്ലഷർ സ്വിമി. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ അഭേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചേച്ചി ഇങ്ങനെ ഒരു ഐഡിയ പറയുമ്പോൾ അഭേച്ചി ഉണ്ട് എന്നുള്ള ധാരണ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഈ മറ്റേ ലാലേട്ടൻ പറഞ്ഞ അവസ്ഥയാണ്, സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പുലിമണിയിൽ വന്ന അവസ്ഥയാണ്. അപ്പം എനിക്ക് അഭേച്ചി എന്ന വ്യക്തിനെ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയൊക്കെ ചേച്ചി ഡീൽ ചെയ്ത് തരണം. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അഞ്ജയ്, സോറി, അയ്യോ, ഇവിടുന്ന് തന്നെ തീർന്നു തോന്നുന്നു. അഞ്ജയ്, ബ്രദർ ആദർശ്, വിഷ്ണു. ഇനിയും 2 മ്യൂസീഷ്യൻസ് ഉണ്ട്. അവർ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ the thing is we have a band called Hiranmayam. Hiranmayam has started performing. കുറച്ച് വർഷമായി, ഞാനൊരു 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ബാൻഡ്. കുറച്ച് പ്ലേസസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാൻഡിൽ സ്ഥിരമായിട്ട് ഉള്ള 3 പേരാണ് ഇവർ. അഞ്ജയ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു 3 years ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അഞ്ജയ് സാർ മ്യൂസീഷ്യൻ, പ്രോഗ്രാമർ. പിന്നെ എന്താ പറയുക, ഇവർക്ക് തന്നെ ഒരു ബാൻഡ് ഉണ്ട്, താമരശ്ശേരി ചുരം. സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 2 ബ്രദേഴ്സിന്റെ. അതെ അതെ, എനിക്കറിയില്ല, ഞാനിത് കേട്ടിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിന്റെ ഫൗണ്ടർ മെമ്പേഴ്സ് ആണ് ഇവരൊക്കെ. പുതിയ അറിവാട്ടോ. സോ ഇറ്റ്സ് എന്താ പറയാ, എന്നെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ കുഞ്ഞാണ്. അതിന് ഏറ്റവും കുഞ്ഞ് ആദർശാണ്. അവനെ ഞാൻ കാണുന്ന സമയത്ത് he was like 5 years old. ആ 5 വയസ്സാകുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ ഹൈറ്റ്. ഈ സാധനങ്ങൾ മുഴുവനും അവനെ കാണാൻ പറ്റില്ല. ചെറുതായിട്ട് അവനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ മേളിലൊരാൾ നിന്ന് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക്. പക്ഷെ അൺബിലീവബിൾ മ്യൂസീഷ്യനാണ്, നല്ല പ്ലെയർ ആണ്. അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ ഇവൻ വലുതായതിനു ശേഷം ആണ് പിന്നെ പ്ലേ ചെയ്യുന്നത് കാണുന്നത്. പ്ലേയിങ്ങിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോ ആദർശ് ഈസ് ലൈക്ക് ദാറ്റ്. കേൾക്കുന്നുണ്ടോ ചേച്ചി പറഞ്ഞിട്ട്? എന്താ അപേക്ഷയിൽ അന്ന് കാണുമ്പോ എന്തായിരുന്നു ഓർമ്മ? അവനെ ഓർമ്മയൊക്കെ ഉണ്ട്. അവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞത്, ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ല, ഞാൻ മറ്റേ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചോദിച്ചപ്പോ ഓർമ്മയില്ല എന്നുള്ളതാണ്. ഭയങ്കര നിഷ്കളങ്കമായിട്ടിരിക്കുന്നത് ഫേക്കാണ്. അപ്പം ഇതിലാണ് ആളുടെ പരിപാടി മൊത്തം. അതെ, ഫുൾ ആൻഡ് ഫുള്ളി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഭയങ്കര കേരളത്തിലെ 1 of the leading
ലീഡിങ് ലീഡിംഗ് ഡ്രമ്മറാണ്. ഡ്രമ്മറാണ്. അത് അവനത് ചെയ്യുന്നതിന് ഒരു റീസൺ എന്ന് പറയാൻ അഞ്ജയാണ്. അഞ്ജ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ ആയതുകൊണ്ട് മാത്രമല്ല, അഞ്ജയ് ആൻഡ് ആദർശ് ഇസ് ലൈക്ക് ബ്രദേഴ്സ് ആണ്. പക്ഷെ നല്ല മ്യൂസീഷ്യൻസ് ആണ്. അവർക്ക് രണ്ടുപേർക്കും മ്യൂസിക്കൽ സെൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളിനി എത്ര മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞാലും മ്യൂസിക്കൽ സെൻസ് ഉണ്ടാവണം, അതൊരു വേറെ പാർട്ടാണ്. സോ ആൻഡ് വിഷ്ണു എന്റെ കൂടെ എന്താ പറയാ, എവിടെയോ കണ്ട ഫേസ് പോലെ വിഷ്ണുവിനെ കാണാൻ സാധ്യത ഉണ്ടോടാ? പിന്നെ അപ്പൊ പുള്ളിയും നല്ല സിംഗറാണ്, പിന്നെ പക്വഷൻ പ്ലെയർ ആണ് എന്റെ ബാൻഡിലെ. ആൻഡ് അഗൈൻ പിന്നെ നന്നായിട്ട് പാടും. വയനാട് എന്നാണ് അവൻ. ഇവര് മൂന്നുപേരും വയനാട് വയനാടിന്ന് മറ്റേ നമ്മുടെ കടുവ സിനിമയില് പാടിയിട്ടുള്ള ഒരു ആളുണ്ട്, മഞ്ചേരിയാണ്. ഓക്കെ, അതുലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് പാടി തുടങ്ങാം. പാട്ട് പാടി തുടങ്ങാം. ഓക്കെ. പോകും വര പോട്ടിതങ്ങനെ പോകത്തിതങ്ങനെ മൂത്തോരേ, ഉണ്ടെങ്കിലും ഒരോളമുണ്ട്, ഇല്ലെങ്കിലും ഒരാളുണ്ട്, ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാള് കൂടാലോ, ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാള് കൂടാലോ. ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു ടൈമായിരുന്നു. കാരണം ഈ സോങ് ഞാൻ പി ജയചന്ദ്രൻ അങ്കിളുമായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒറ്റൊരു പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹമായിട്ട് ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യവും ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് സോങ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഓക്കെ. അതേപോലെ തന്നെ ചേച്ചി 2014 ശരിക്കും ഒഫീഷ്യലി ഇതിലേക്ക് എൻട്രി ആയത്. അതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നു അതുവരെ, എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അല്ല, അതിനുശേഷം 2014 ഈ വരവ് എന്നൊക്കെ പറയുന്നത് മറ്റേ എന്താ പറയാ, നമ്മൾ കുഞ്ഞിലേ പാട്ടൊക്കെ പഠിച്ച് സംഗീതത്തിലേക്ക് വരണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നല്ലോ ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഇതൊരു സാഹചര്യം, എന്താ പറയാ, ഒരു ഇൻസിഡന്റ് ആണ്, വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്സിഡന്റോ ഇൻസിഡന്റോ എങ്ങനെയാണെങ്കിലും അത് എനിക്ക് നന്നായിട്ട് ഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഐ എം സോ ഹാപ്പി. സോ വരാതിരുന്നതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. മ്യൂസിക് എടുത്ത് അങ്ങനെ ഒരു പ്രൊഫഷനാക്കി കൊണ്ട് നടക്കാനുള്ള, ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ മ്യൂസിക് പ്രൊഫഷൻ ആക്കുന്നതിനുള്ള ധൈര്യവും ഫാമിലിയിലെ സപ്പോർട്ടും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കൈവിട്ട കളിയാണല്ലോ മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും എന്നൊക്കെ പറയുന്നത്. ഫാമിലിയില് അമ്മ, അച്ഛൻ, എല്ലാവരും സംഗീതജ്ഞരാണ്. അവര് വളരെ സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അവരെല്ലാരും മറ്റേ എന്താ പറയാ, ഒരാൾ സംഗീത കോളേജിൽ പ്രൊഫസർ, ഒരാൾ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കർണാട്ടിക് സിംഗർ, അമ്മാവനൊക്കെ. അപ്പൊ വളരെ അതിന്റെ ഒരു സൈഡ് എന്താ പറയാ, എല്ലാം കൊണ്ടും അവര് കവേർഡാണ്. ഇപ്പോ നമ്മള് സ്റ്റേജിൽ ഇറങ്ങി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും, ഇവിടെ ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന മ്യൂസീഷ്യൻസിൻ്റെയും നമുക്ക് അന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അന്ന് ഉണ്ടായാലുണ്ട് നമുക്ക് ഷോസ്. പിന്നെ എന്താ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 2 months എല്ലാ ദിവസവും ഷോ ചെയ്യുന്നു വിചാരിച്ചു. അടുത്തൊരു 6 months ചിലപ്പോൾ നമുക്ക് ഷോയെ ഉണ്ടാവില്ല. അതൊരു ഭയങ്കര, അത് ഈ 2 months നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതൊരു ഭയങ്കര ഉറപ്പില്ലാത്തൊരു പണിയാന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്നും മടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞത്, ഏത് ജോലിയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ? അല്ല, മൈ ഫാദർ വാണ്ട്സ് ടു ബി ഇൻ ദ മെഡിക്കൽ ഫീൽഡ് എടുക്കണം എന്നുള്ളതായിരുന്നു. ബിക്കോസ് ഹിസ് സിസ്റ്റർ വാസ് ഇൻ US ആൻഡ് ഓൾ. സോ പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ളതായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതെല്ലാം അത് മാറിയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കാൻ നോക്കി. പിന്നെ അത് പരാജയമായി. മെഡിക്കൽ ഫീൽഡ് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ എഞ്ചിനീയറിംഗ് എടുക്കുന്നത് ഞാൻ. അപ്പോൾ
അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ്. ഓക്കെ. അപ്പം ഇവിടെ വേറെ 2 ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ്. കാരണം ചേച്ചിനെ പോലത്തെ ഒരു സിംഗർ മീൻസ് നോർമലി നമ്മൾ കാണുന്ന ഒരു ഫീമെയിൽ സിംഗറിന്റെ ഒരു ടോൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ചേച്ചീന്റെ സൈഡിൽ. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതും ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് ചേച്ചീനെ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ചേച്ചീനെ അറിയാം. 5 വയസ്സ് തൊട്ടേ. അതും ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ചേച്ചിയുടെ ബാൻഡിലുണ്ട്. ഞാനിപ്പോ റീസെന്റ് ആയിട്ടാ വന്നത്. അപ്പൊ വളരെ ഹാപ്പിയാണ്. നമ്മളെ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ വർക്കിലാണ്. അപ്പൊ വളരെ ഹാപ്പിയാണ്. വിഷ്ണു എന്ത് പറഞ്ഞാലും ട്രോളുന്ന ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള. അല്ല ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വന്ന സമയം ഇവിടെ പറഞ്ഞു ഞാൻ ഇത്ര അടുത്ത എക്യുപ്മെന്റ് കാണുന്ന ആദ്യമായിട്ട് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൗണ്ടർ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെർക്കഷൻ ആണ് മെയിൻലി. അല്ല പെർക്കഷൻ ഹിസ് എ പെർക്കഷൻ ആർട്ടിസ്റ്റ്. പക്ഷെ അതിന് മുന്നേ പഠിച്ചത് നിഫ്റ്റ് ബാംഗ്ലൂരിൽ പാസ് ഔട്ടാ പുള്ളിക്കാരൻ. ഡിസൈനിങ് നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ എടുക്കും. അതായിരുന്നു ആദ്യം. എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയും ബേസിക്കലി കുറച്ച് ആർട്ട് റിലേറ്റഡ് ഫാമിലിയാണ്. അച്ഛൻ ഒരു ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു, സ്റ്റില്ലാണെന്ന് പറയാം. പിന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ആർട്ട് ക്രാഫ്റ്റ് മാൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കലർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഐ തോട്ട് ഐ ഗോ വിത്ത് ദ ക്രാഫ്റ്റ് സൈഡ്, ആർട്ട് ഡിസൈൻ സൈഡിലോട്ട് പോയി. അങ്ങനെ നിഫ്റ്റ് എഴുതി കോളേജ് കഴിഞ്ഞ് പിന്നെ ഐ വാസ് വർക്കിംഗ് ആസ് എ ഡിസൈൻ ടീച്ചർ. ഞാൻ ഡിസൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഉൾവിളി വന്നത്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഇൻ ടു മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ഒരുപാട് ധൈര്യം തന്ന സമയത്ത് ഇപ്പൊ അടുത്ത് പിന്നെ നടക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയടിക്ക് ഞാൻ ജോലി ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ വയനാട് സൈഡ് എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ചും ആൾക്കാര് ഫോക്ക് അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് കാണുക. അങ്ങനെ എന്തെങ്കിലും ഒരു സോങ് നന്നായിട്ട് ഫോക്ക് ആ പാട്ട് ഹെവി സിംഗർ ആണ്. അങ്ങനെ ഒരു അല്ല ഉദ്ദേശിക്കുന്ന ആളല്ല വന്നപ്പോ എനിക്ക് മനസ്സിലായി. എടാ എന്താടാ നീ ഞാൻ മൈക്ക് കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. വേണ്ട ചെക്ക്. തെളുതേലെ പൂമാന പന്തലിൽ തെളുതേലെ പൂമാന പന്തലിൽ അലിയാലി അലിയാലി മണ്ണിനെ മാറോട് ചേർത്തു പിടിച്ചേ അങ്ങനെ അത്തോരു ചുടും ചാമച്ചേ ഉയിരിന്റെ കനൽ കോത്തേ. കാണുന്നതല്ലേ? ഓക്കെ. ചേച്ചി പാട്ടായി, ഡാൻസായി, എല്ലാ പരിപാടിയായി. അപ്പം കുറെ ആളുകളടുത്ത് ഞാൻ മ്യൂസിഷ്യൻസിനോട് സംസാരിച്ച സമയത്ത് അവർ സംസാരിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ലേഡീസ് റാപ്പ് സിംഗിങ്ങിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് റാപ്പ് സിംഗിങ്ങിലേക്ക് ലേഡീസ് കുറവ് എന്നുള്ളത്? അതെങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു അതൊരു മെയിൻ സ്ട്രീം ആയിട്ട് എടുക്കുന്ന ഇതിൽ കുറവ് വരുന്നതായിരിക്കും. ചിലപ്പോൾ
എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് കാനഡ അതുപോലത്തുള്ള രാജ്യങ്ങളിലൊക്കെ റാപ്പിംഗ് ചെയ്യുന്ന, അതായത് വളരെ സെൻസിബിളായിട്ട് റാപ്പ് ചെയ്യുന്ന, നന്നായിട്ട് എഴുതുന്ന സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവര് ഇപ്പോൾ മലയാളത്തില് കൂടുതലായിട്ട് ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലാത്ത പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കുറവാണ്. എനിക്കത് കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിൽ വളരെ, അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ കുറവാണ്. പക്ഷെ കേരളീയരായ മലയാളികൾ ഔട്ട്സൈഡ് ദ കൺട്രി ദർ ആർ ഗുഡ് മ്യൂസീഷ്യൻസ്. പിന്നെ ഈ പറയുന്ന നമ്മുടെ വെസ്റ്റേൺ ആയിട്ടൊക്കെ പാടുന്ന അന്ന കത്രീന വാലയിലൊക്കെ നന്നായിട്ട് റാപ്പ് എഴുതുമായിരുന്നു. പണ്ട് പല സിനിമകളിലും റാപ്പ് എഴുതിയിട്ട് അവർ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 1 or 2 or 3 വളരെ സെൻസിബിൾ ആയിട്ട് എഴുതുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ റാപ്പേഴ്സ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലാതെ മ്യൂസീഷ്യൻസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിൽ അധികവും റാപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4-5 വർഷത്തോളം ആവുന്നുള്ളൂ. അതെ, ഇപ്പം എല്ലാ ഫീൽഡിലും തീർച്ചയായിട്ടും എല്ലാ ഫീൽഡിലും. ഇപ്പൊ നമ്മുടെ ഹിറ്റ്സ് ഒക്കെ ഈ കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ഹിറ്റ്സ് ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് ഇങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്, അതാണ് പാടിയിട്ടുണ്ട്. ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം, എവരിവൺ നോസ് അബൌട്ട് ഇറ്റ്. അപ്പൊ അതിൻ്റെതായ ഒരു ചേഞ്ച് ഉണ്ട്. കോവിഡ് പലപ്പോഴും പറഞ്ഞത് സ്തംഭിപ്പിച്ചു എന്നുള്ളൊരവസ്ഥ. പക്ഷെ ഒത്തിരി കലാകാരന്മാർ എല്ലാ ഫീൽഡിലും വന്നിട്ടുണ്ട്, ക്രിയേറ്റേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ നോക്കിക്കാണുന്ന സ്ഥിരം ആ ഒരു കൺവെൻഷണൽ സാധനങ്ങളെല്ലാം മാറി. മ്യൂസിക് ഞങ്ങൾ പറയുന്നോടും മ്യൂസീഷ്യൻ എന്ന രീതിക്ക് നോക്കുമ്പോൾ മ്യൂസിക് ഫീൽഡിലുള്ള കൺവെൻഷണൽ സാധനങ്ങളെല്ലാം മാറി. ഇപ്പൊ ഒറിജിനൽസിലാണ് കുറച്ചും കൂടെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് they are bringing up good music. അതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. മലയാളത്തിൽ നിന്നാണ് ഏറ്റവും നല്ല മ്യൂസീഷ്യൻസ്, നല്ല ഒറിജിനൽസ് കൊണ്ടുവരുന്നത്. ഐ വാസ് ഇൻ ഹൈദരാബാദ് ഒരു 3 to 4 years ബാക്ക്. ഐ വാസ് ഇൻ ഹൈദരാബാദ്. അവിടെ ഒരു 1-2 ബാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2-3-5-6 തെലുങ്ക് പാട്ട്, ആ തെലുങ്ക് പാട്ട് പകുതിയും തമിഴ് പാട്ടായിരിക്കും. അങ്ങനെ അവിടെ അവരെ ഒറിജിനൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ നമുക്കൊന്നും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒറിജിനൽ ആയിട്ടൊന്നും തോന്നില്ല. അവിടെ പ്ലേ ചെയ്യുന്നത് നമ്മുടെ തൈക്കുടം ബിർജും അതുപോലത്തുള്ള പല ബാൻഡ്സുമാണ് ഹൈദരാബാദിൽ വന്ന് പ്ലേ ചെയ്യണം ആ കാലത്തും. അപ്പൊ ഇപ്പോഴത്തെ സീൻ പിന്നെ ഭീകരമായിട്ട് മാറി. ഇപ്പോഴ് കാരണം മലയാളത്തിലെ എത്ര ബാൻഡ്സ് ആണുള്ളത്, അവർ എത്ര ഒറിജിനൽസ് ആണ് ഉണ്ടാക്കുന്നത്. തമിഴിനെക്കാട്ടിലും കൂടുതലായിട്ട് മലയാളത്തിലെ സാധനങ്ങൾ ഇറങ്ങുന്നു. ഓക്കെ, ചേച്ചിയുടെ ഈ ബാൻഡിൽ നിന്ന് എന്നാണ് ഒരു ഒറിജിനൽ സോങ് വരാൻ പോകുന്നത്? ഓൾറെഡി ഒറിജിനൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പർട്ടിക്കുലർ ടൈം, നല്ല ടൈം നോക്കി ഇറക്കണം. എല്ലാം വർക്ക് എല്ലാം നടക്കുന്നുണ്ട്. സോങ് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യണം. അതൊരു വലിയ പ്രോസസ്സാണ്. ഈ ഒറിജിനൽസ് ഇറക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയിൽ ഒരു പാട്ട് ഇറക്കുന്ന മാതിരി തന്നെ ഉള്ള ഒരു വലിയ പ്രോസസ്സാണ്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ചെയ്യണം. ഇപ്പം പാട്ടെന്നുള്ളതല്ല, എല്ലാം മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും സ്ട്രഗ്ലിംഗ് എന്നുള്ള സിറ്റുവേഷൻ. ചേച്ചി, നമ്മുടെ കോഴിക്കോട് പാട്ട് വന്ന സമയത്ത് ചേച്ചി കോഴിക്കോട് പാട്ടാണല്ലോ ഒരു ഇതിലേക്ക് എത്തിച്ച്, ഒരു ടൈമിൽ എത്തിച്ചു. അപ്പം ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചു ചേച്ചി കോഴിക്കോടുകാരിയാണ്. എന്നെ പോലെ പലരും ചിന്തിച്ചിട്ടുണ്ട് കോഴിക്കോട്. അപ്പം പിന്നീടാണ് തിരുവനന്തപുരത്താണ് വീട് എന്നുള്ള കാര്യമൊക്കെ അറിയണത്. അപ്പൊ കോഴിക്കോടിന്റെ പാട്ടും പാടാതെ പോകാൻ പറ്റില്ല. കോഴിക്കോടിന്റെ പാട്ട് പാടി ഞാൻ മടുത്തു. ശേഷവും എനിക്കൊരു ഹിറ്റ് പാട്ട്, കുറെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കണിമലരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കണിമലരെയാണ്. പിന്നെ എനിക്ക് ഏനി തന്നെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വാലിബലിന് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് but people registered me as കോഴിക്കോട് song singer. അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ചേച്ചിയുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് പാടാം. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും she
അറിയുന്ന ഒരു പാട്ടല്ലത്. എനിക്ക് ഇത് അല്ല, എനിക്ക് ഞാൻ ഈ പാട്ട് കേട്ട സമയത്ത് വൈക്കം വിജയലക്ഷ്മി അത്രയും നന്നായിട്ട് പാടി വെച്ചിരിക്കുന്നു. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം അപേക്ഷയുടെ സൗണ്ടിൽ ഇത് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എം ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക് ആണല്ലോ. അതെ, ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ ആണ്. അതെ, തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും, പിന്നെ ആ ഫിലിമിലെ എല്ലാ പാട്ടുകളും ഭയങ്കരമാണ്. കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് റിലേഷൻഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ സർക്കിളിൽ നിന്ന് വലിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടോ? സർക്കിളിൽ നിന്ന് വലിയ മീൻസ് ആ ഒരു കുറെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കി ഓണായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് എന്താ പറയാ, ജീവിതത്തിന്റെ ഒരു ആവശ്യകതയാണല്ലോ. നമ്മൾ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളെ ബാക്കിയുള്ളതിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, അത് മനഃപൂർവ്വമായി കട്ട് ചെയ്യുന്നതല്ല, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് സ്വാഭാവികമായി കട്ടായി പോകുന്നതാണ്. അപ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിരിക്കണം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. I want to focus on myself, that's it. അതേപോലെ തന്നെ ആക്ടിങ്ങിനെ പറ്റി, ആക്ടിങ്ങിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിനയം കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. പാട്ട് കണ്ടു, ഡാൻസ് കണ്ടു, അഭിനയം കണ്ടു എന്നുള്ളത്. എങ്ങനെയാണ് ആക്ട് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്? ഈ പറയുന്ന മാതിരി തന്നെ ഈ അങ്ങോട്ട് പോകുന്ന വഴി അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പിടിച്ച് പഠിച്ചതാണ് പാട്ടുകളെല്ലാം. അതൊരു സീരിയസ് ആയിട്ട് ആദ്യത്തെ ഒരു 4-5 വർഷമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കൊള്ളാം, ഞാൻ പാടാൻ യോഗ്യതയുള്ള കുട്ടിയാണ്, ഞാൻ പാടാൻ കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന തന്നെ 2-3 പാട്ടുകൾ കഴിയുമ്പോഴാണ്. ആൻഡ് ഫോർച്ചുനേറ്റ് ഇനഫ് ഞാൻ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഓരോ പാട്ട് എടുത്തു നോക്കിയാലും അതെല്ലാം ഇൻഡിവിജ്വലി ഹിറ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ജോജുവിന്റെ അവിടുന്ന് വിളിക്കുന്നത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്ന കാര്യമല്ല ജോജു, ഇതൊന്നും ഇതെന്താന്ന് എനിക്കറിയില്ല, അഭിനയത്തിന്റെ ഒരു വകയും എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണത്. അതും ഫോർച്ചുനേറ്റ് ഇനഫ് എവരിവൺ സീസ് ഇറ്റ്സ് വർക്ക്ഡ് ഔട്ട് വെരി വെൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് സിനിമ കണ്ടിട്ട് ചേച്ചിനെ വിളിച്ചു. ഓർമ്മയുണ്ടോ? അന്ന് ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. പണി സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോൾ ആയിരിക്കും ചേച്ചിയാണ് ഇത്രയും ഭംഗിയായിട്ട്. അത്രയും നല്ല റോള് കിട്ടിയിട്ട് എനിക്ക് ഇവിടെ പ്രൊമോഷൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കായിട്ട് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് ഔട്ട് ഓഫ് ടൗൺ, കൺട്രിയിൽ ഇല്ലായിരുന്നു. അപ്പൊ ആൻഡ് ഇറ്റ് ഈസ് എ ഹിറ്റ്. ഇവിടെ ഭയങ്കര ഹിറ്റും ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. റോൾ എല്ലാരും സ്വീകരിച്ചു എന്നുള്ളതായി. ഇനി അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? കോൾസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റഹ്മാൻ സാറുമായിട്ടൊരു തെലുങ്ക് പടം, ഒരു 1 day ഷൂട്ട്, അത് ഒരു ചെറിയ പടമാണ്, അതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഫ് ഗുഡ് റോൾസ് ആർ കമ്മിങ് ഡെഫിനറ്റ്ലി ഐ വിൽ ഡു. അഭിനയം കൂടെ നോക്കാം എന്നുള്ള പ്ലാനിലാണ്. അതിനുശേഷം റിവ്യൂവിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം. അപേക്ഷയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള റിവ്യൂവർ ചേച്ചിയുടെ കാസ്റ്റിങ്ങിനെ പറ്റിയും ആക്ടിങ്ങിനെ പറ്റിയും കുറച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. എനിക്കതൊന്നും ചേച്ചി കണ്ടിട്ടുണ്ടാവും. അപ്പം അഭിനയത്തിൽ ഇല്ലാത്ത ഒരാള് സംഗീതമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ആള് വന്ന് അഭിനയിക്കുന്നു, അതിന് നെഗറ്റീവ് കേൾക്കുക, ഫസ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് കേൾക്കാന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ ചേച്ചി എടുത്തത്? അല്ല, എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ ലണ്ടൻ ആയിരുന്നത് കാരണം ഇവിടെ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് അത് ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ, നല്ല ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ കൂടെ മനസ്സിലാവുന്ന റിവ്യൂ കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഓരോരുത്തരെ വിളിച്ചു ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരില്ലാലും നല്ലതാന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഞാൻ ഈ റിവ്യൂ എടുത്ത് കണ്ടപ്പോ ഞാൻ വളരെ നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഐ വാസ് ലൈക്ക്, ദൈവമേ പണി കാണിയല്ലോ, എന്താണിത് എന്ന് അങ്ങനെ ആലോചിച്ചു. എപ്പോഴും ഇതിന്റെ ഔട്ടൊരു ഫസ്റ്റ് എഡിറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഹാഫ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് വലുതായിട്ട് ചെയ്യാനില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസർ ബൈ ഇതൊക്കെയുള്ളൊരു ഷോർട്സും ഇങ്ങനെ 1-2-3 വാക്കുകൾ സംസാരിക്കുന്ന ഷോർട്സ് ഉള്ളു. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് എനിക്കുള്ളൊരു പെർഫോമൻസ് ഒരു ഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ വിലയിരുത്തിയപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഷോക്ക്ഡ്. ബട്ട് വെൻ ഐ വാച്ച് ദ മൂവി എനിക്കിത് ഈ പറഞ്ഞതൊന്നും അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഐ ഹാവ് ഡൺ എ ഡീസന്റ് ജോബ്. അപ്പൊ അത്രയും മോശമായിട്ടല്ല, ഡീസന്റ് ജോബ് ഞാൻ, കാരണം ആദ്യം തുടക്കക്കാരിയാണ്, തുടക്കക്കാരിയുടേതായ പ്രശ്നങ്ങളുണ്ട് ആ സിനിമയിൽ. അത് എനിക്ക് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഐ ഹാവ് ഡൺ എ ഡീസന്റ് ജോബ് എന്നുള്ളത് മനസ്സിലായി. ഗോപിച്ചേട്ടൻ്റെ അമ്മ മരിച്ച സമയത്ത് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വായിച്ചിരുന്നു. അപ്പൊ എനിക്കൊരു സങ്കടമാണോ, ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചപ്പോ എനിക്കൊരു സങ്കടവും ഒരു അറ്റാച്ച്മെന്റും ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ
ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ കമ്മിറ്റ്മെന്റ്സിന് ഒട്ടും വില കൊടുക്കാത്ത, റിലേഷൻഷിപ്പിന് ഒട്ടും വാല്യൂ കൊടുക്കാത്ത ഒരു ജനറേഷനിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ നല്ലതും മോശമായിട്ടുള്ള ഒരു വശം തന്ന ഒരു വ്യക്തിയുടെ അമ്മയാണ് മരണപ്പെട്ടത്. അപ്പൊ ചേച്ചി ഒരു അങ്ങനെ ഒരു ടച്ചിങ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ച ഒരു റീസൺ എന്തായിരിക്കും? അതിങ്ങനെ പോസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ട പോസ്റ്റ് അല്ല, അതൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയുടെ അമ്മയാണ്. ഞാനും കണ്ടിട്ടുള്ള, എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന, എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾ അതും പെട്ടെന്നുള്ളൊരു മരണമാണല്ലോ, നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് അത് വളരെ നാച്ചുറൽ ഇട്ട പോസ്റ്റാണ്. അതിലപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. അത് ഇടേണ്ടത് അങ്ങനെ കുറച്ച് വാക്കുകൾ എഴുതണം എന്നുള്ളതൊരു ഉത്തരവാദിത്തം പോലെ തോന്നി എനിക്ക്. വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, ഇപ്പം എന്നെ വളരെ പേഴ്സണലായിട്ട് അപേക്ഷയോട് ഞാൻ സംസാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മോശം ഒരു അനുഭവം തന്ന ഒരാളെ ഓർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണ്, മീൻസ് ഒരു വഴക്കൂല നിങ്ങൾ തമ്മിൽ എന്ന് ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പ്രശ്നങ്ങളില്ല, ഒത്തുപോകാതെ വന്നപ്പോൾ പിരിഞ്ഞു എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത്. ഇപ്പൊ മരണം എന്നുള്ളൊരു ഫാക്ടർ, ഈ മരണത്തിനപ്പുറം വേറെ ഇനി എന്താ ചെയ്യാനുള്ള? മരണം എന്ന് പറയുന്ന മരണമല്ല, അതിനപ്പുറം നമ്മൾ ഈഗോയോ അല്ലെങ്കിൽ അത് ഭയങ്കര ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നതാണ് പുള്ളി എനിക്ക് മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്, ഐ ലീവ്ഡ് ആസ് എ ക്വീൻ. നിങ്ങളത് പണ്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏത് ലൈഫിലാണ്, ഏത് റിലേഷൻഷിപ്പിലാണ് ഗുഡ് ആൻഡ് ബാഡ് ഇല്ലാത്തത്? ഗുഡ് ആൻഡ് ബാഡ് ഇല്ല. അതിപ്പോൾ ഒരു മദർ ഡോട്ടർ, ഫാദർ മദർ, ആൻഡ് ഏത് ബ്രദേഴ്സ് ആണെങ്കിലും നമ്മൾ തമ്മിൽ ഈ അടിയും കുത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബഹളവും കാര്യങ്ങളും നല്ലതും ചീത്തയും ഒക്കെ. പർട്ടിക്കുലർ ടൈമിൽ അത് വന്നു. പക്ഷെ പരസ്പര ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യമല്ലേ? അതൊരു റെസ്പെക്ട്. അത് നമുക്ക് നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതിന്റെ അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചേച്ചിയുടെ പോലെ തന്നെ അമ്മയുടെ പാട്ടുകൾ ഇഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ലളിത ഗാനങ്ങള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് ആ പാട്ട് കേൾക്കാൻ കുറച്ചുകൂടെ അടുപ്പം തോന്നുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അമ്മയുടെ ഒരു പാട്ട് ചേച്ചി പാടി. അമ്മ എപ്പോഴും പാടുന്ന പാട്ടുകൾ കുറച്ച് അധികം പാട്ടുകൾ. അമ്മ എപ്പോഴും ഭയങ്കര MG രാധാകൃഷ്ണൻ സാർ ഫാനാണ്. MG രാധാകൃഷ്ണൻ സാറിന്റെ സകലമാന, എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള 90% പാട്ടുകളും അമ്മയ്ക്ക് മനപ്പാടമാണ്, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ അത്രയും ഓർത്തെടുക്കാനും പറ്റുന്ന വ്യക്തിയാണ്. അത്രയും ഭയങ്കരമായിട്ടുള്ള ഫാനാണ്. അപ്പോൾ അന്നത്തോണി എന്ന് പറയുന്ന പാട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പാടാം. അന്നത്തോണി പൂന്തോണി അലമാല കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി അലമാല കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി അന്നത്തോണി പൂന്തോണി അലമാല കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി അലമാല കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി. അടിപൊളി. ഞാന് മറ്റേ വാലിബനില് ഒരു മറ്റേ ആട്ടക്കാരി എന്നുള്ളൊരു ക്യാരക്ടർ, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഡ്രീമി ആയിട്ടൊരു, അതെ ഭയങ്കര ആക്റ്റീവായിട്ട് കുഞ്ഞു സൗണ്ടിൽ. അപ്പൊ ഞാൻ ആദ്യമേ ആ സൗണ്ട് ഡബ് ചെയ്തിരിക്കുന്ന അഭിനയിച്ചാണെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അത് പാർവതിയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അത്തരം ക്യാരക്ടർ ചേച്ചിക്ക് കുറച്ചുകൂടെ ചേരും എന്ന് തോന്നുന്നു. അത്തരം ക്യാരക്ടർ ചെയ്താൽ. ഞാൻ ഡ്രീമി ആയിട്ടൊരു കുട്ടിയാണ്. ഞാനിങ്ങനെ എന്നെ കോളേജിലെ സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ
റാഗി ഭയങ്കര റാഗി ചെയ്യായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ബസ്സിന്റെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകും. ഏകദേശം 1.5 മണിക്കൂർ എനിക്ക് യാത്ര ഉണ്ട്. അപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ഇങ്ങനെ ചിരിച്ച് എന്റേതായ ലോകത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു 1.5 മണിക്കൂർ ഞാൻ അതാണ് എൻ്റെ ഒരു മോഡ്. അപ്പൊ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്, നീ ആരാന്നാ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റാഗ് ചെയ്യായിരുന്നു. അങ്ങനെ ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതെനിക്ക് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ആക്ച്വലി ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ബാലിബനിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് പാട്ട് പാടാനാ വിളിക്കണമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മള് പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാട്ടാണ് പാടുന്നത്. മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ എപ്പോഴും പോകുന്നത്. അവിടെ ചെന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ട് ഈ ഡയലോഗ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഡബ് ചെയ്യാനാണ്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. എന്റെ മോഡ് എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടാനാണല്ലോ ആഗ്രഹം. അപ്പൊ അവിടെ ഉണ്ടായ എനിക്ക് അല്ലെങ്കിൽ ഞാനത് ഡബ് ചെയ്ത് ഞാനത് ശരിയാക്കുക. എനിക്ക് ഇഷ്ടമാണ് ഡബിങ് ഉള്ള കാര്യം. പക്ഷെ പാർവതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഞാൻ കരുതിയത് പാർവതി അത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് സിനിമ ഫസ്റ്റ് ഡേ നമ്മൾ കാണുമല്ലോ. അപ്പൊ ഞാൻ ഇത് അബേച്ചി അങ്ങനെ ഇടയ്ക്കൊന്ന് പറയുന്നുണ്ടായിരുന്നു ഡബ് ചെയ്യാൻ വിളിച്ചേരം. അപ്പൊ ഈ പോർഷൻ ആയിരിക്കും ചേച്ചി ചെയ്തത് എന്നുള്ളതായിരുന്നു എന്റെ ആട്ടക്കരയുടെ പോർഷൻ കുറെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വർക്കൗട്ട് ആകാത്തപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹം പാട്ടിട്ട് കേൾപ്പിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചാ പാട്ടെങ്കിലും ഉണ്ടല്ലോ. ഇനിയിപ്പോ പാട്ട് പാടി അഭിനയിക്കോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ആളുകളുടെ ഇടയിലുള്ളത്. അങ്ങനെ ഒരു അവസരം വന്നാൽ ചെയ്യുന്നുള്ള കാര്യം അറിയാം, എങ്കിലും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ പണിയിൽ ഞാൻ ജോജുനോട് പറഞ്ഞിട്ട് എനിക്കിപ്പോ എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോജുനടുത്ത്. പക്ഷെ സാഹചര്യവശാൽ അത് ഈ പണിയുടെ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ബിഹൈൻഡ് ദ വർക്ക് ഇതുപോലെ തന്നെ മ്യൂസിക് വർക്ക് ഒക്കെ വളരെ എന്താ പറയാ ഒരു ലോങ് ലെങ്തി പ്രോസസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജോജുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനിയും അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാനും അതിന്റെ കൂടെ പാട്ട് പാടാനും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ചേച്ചി പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഇന്റർവ്യൂവിൽ. ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു ഒരവസരം എന്നൊക്കെ. അപ്പം ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് അങ്ങനെ അവസരം അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അത് അങ്ങനെ ഒരു കാരണം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമ്മൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അങ്ങോട്ട് ചോദിക്കേണ്ടത് നമ്മുടെ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇത് ഇപ്പൊ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവ് ചോദിക്കുന്ന ആള് ഞാനാണ്. ഞാൻ ആ കൂടെ ഇപ്പോൾ ജോജു എൻ്റെ സുഹൃത്തായത് ജോജുവിനെ വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാനുള്ളൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. പക്ഷേ അതുപോലെ ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്തോ ഞാനിങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു വ്യാപ്തി കുറവാണ്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതങ്ങനെ ചോദിച്ചിട്ട് തന്നെയാണ് എപ്പോഴും നമ്മളെ ഓർത്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്. അത് നടക്കില്ല. ആൾക്കാർക്ക് എപ്പോഴും അവരുടെ പേഴ്സണൽ ചോയ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിന്റെ പുറത്തേക്ക് വന്നിട്ട് ഒരാളെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അത് നമ്മള് വാതിലുകൾ മുട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ പോസിബിൾ ആയുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഹീലിംഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്ട്രെസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ
സംഗീതമാണ്, കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്റെ പാട്ട് കേൾക്കും? പേഴ്സണലി ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാറില്ല. മ്യൂസിക്കേ ഞാൻ ആ സമയത്ത് കേൾക്കാറില്ല. ഐ വിൽ ഓൾവേസ് വാച്ച് സീരീസ് ആർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമ, എന്തെങ്കിലും TV പോയി കാണും, അല്ലെങ്കിൽ കുക്ക് ചെയ്യും. ഏറ്റവും നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് സംഗീതമാണ്. നമ്മളെപ്പോഴും വായിച്ചുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗമാണല്ലോ. അപ്പോൾ നമ്മൾ അതിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്താ പറയുക, നമ്മൾ 24 മണിക്കൂറും ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ളത് ഞാൻ അത് മാറ്റി വെക്കുക ചെയ്യാറ്. അഭിജിയുടെ ഒരു വീക്ക് പോയിന്റ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? അവർ ഇമോഷണൽ, ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക്. അങ്ങനത്തെ കുറച്ച് ഒരുപാടുണ്ട്. പെട്ടെന്ന് എടുക്കുമ്പോൾ ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് തീരും. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ. പിന്നെ അടുത്ത ന്യൂസ് അതായിരിക്കും, ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇതാണ് സംഭവം എന്നുള്ള. ഇത്തരം ഫേക്ക് ന്യൂസുകൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ആ ഫേക്ക് ന്യൂസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇപ്പോഴാണല്ലോ ഞാൻ വിശുദ്ധമാലാകെയാകുന്നത്. ഇപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ല ഇമേജും നല്ല ഇതൊരു 10 വർഷം മുന്നേ എനിക്ക് അങ്ങനെ ഒരു ഇമേജും അങ്ങനെ ആയിരുന്നില്ല എൻ്റെ. കാരണം എന്താ പറയുക, ആൾക്കാർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട് എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഈ ആൾക്കാർക്കനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഒരു 10 വർഷം മുന്നേ. അതിനും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഈ പറയുന്ന ജെന്യുവിനിറ്റി എനിക്ക് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ വാസ് ലിവിങ് ആൻ അനദർ ലൈഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, എൻ്റെ ബാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വിലയിരുത്തുന്നു, നല്ലത് പറയുന്നു, ചീത്ത പറയുന്നു. പിന്നെ ഈ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നത് ഒരു മാനസികാവസ്ഥയായിരിക്കാം, ഒരു മാനസിക വൈകല്യമുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ രീതിക്ക് പിന്നെ എങ്ങനെയും മണി ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പൊ അതായിരിക്കണം റീസൺ. ചേച്ചി 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലിവിങ് റിലേഷൻഷിപ്പോ ഡിവോഴ്സ് ഒന്നും അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഇപ്പൊ അടുത്ത വീട്ടിൽ ഒരാണും പെണ്ണും താമസിക്കുന്നതാണെങ്കിൽ ആൾക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നാൽ അവർക്ക് എപ്പോൾ വേണേലും പിരിഞ്ഞു പോവാം. ഇപ്പം ഒരാണ് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു ബന്ധങ്ങളും ഇല്ല. പക്ഷെ ഇപ്പം അന്നത്തെ നിന്ന് മാറ്റം വന്നിട്ട് ഇപ്പത്തെ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് നോക്കി? ഞാൻ വളരെ പ്രൗഡായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ആ കാലത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പാണ്, അതിൻ്റെതായ ഒരു വാല്യൂ എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന മാതിരി ഒരു മാരീഡ് ഒരു പേപ്പറിൻ്റെ ഒപ്പില്ല ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരെയും പോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരാളോട് ചോദിക്കുമ്പോൾ ഞാൻ ലിവിങ് ടുഗെദർ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു 10 വർഷം എത്ര രസമായിട്ടാണ് ഈ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ എത്ര രസമായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ റെഡിയാണ് എന്നുള്ളതാണ്. ഈവൻ പലരുടെ അമ്മയും പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കണ്ട, വേണമെങ്കിൽ ഒരുമിച്ച് കുറച്ചു കാലം ജീവിക്കുക. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, യു കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഒരുപാട് അമ്മമാര് പറയുന്നത്, അച്ഛന്മാര് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? ആൾക്കാരിൽ ഒരാളാന്ന് തോന്നുന്നു അതിന് തുടങ്ങി വെച്ച ആൾക്കാർ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ലിവിങ് ടുഗെദർ ആകണം എന്ന് വിചാരിച്ച് വന്നതല്ല. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് വരണം എന്ന് വിചാരിച്ച് വന്നതല്ല. എല്ലാം എനിക്ക് എന്താ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാൻ ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാനൊരു തുടക്കക്കാരി ആയല്ലോ എന്നുള്ളത്. ബന്ധങ്ങളെ പറ്റി പറഞ്ഞവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമ്മയാണ്. അമ്മ ഇപ്പൊ എന്താണ് സംസാരിക്കുന്നത്? സംഗീതത്തിനെ പറ്റിയും ലൈഫിനെ പറ്റിയൊക്കെ എന്താണ് സംസാരിക്കുന്നത്? സംഗീതത്തിനെ പറ്റിയാണ് കൂടുതലും സംസാരിക്കുന്നത്. ഷീ ഈസ് വെരി ബിസി വിത്ത് ഹർ മ്യൂസിക്കൽ ജേർണി ആൻഡ് ഓൾ. പുള്ളിക്കാരിയും അച്ഛൻ മരിച്ചതിന് ശേഷം സംഗീതത്തിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കച്ചേരികളും അതുപോലത്തുള്ള പല മ്യൂസിക്കൽ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആൻഡ് ലൈഫിലേക്കും ഞങ്ങൾ മക്കൾ രണ്ടുപേരും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റ് അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ
അമ്മയും വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ഈ 60-60 വയസ്സിൽ അവരത് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഐ എം വെരി പ്രൗഡ് അബൌട്ട് മൈ മദർ. ഷീ ഈസ് സെലിബ്രേറ്റിംഗ് ഹർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ 60th ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ഇതിലൂടെ ഞങ്ങൾ I will let her know. അപ്പോൾ she's right now celebrating her life also. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ സിസ്റ്ററിനെ പറ്റിയിട്ട് അധികം പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അപേക്ഷയുടെ ഓർമ്മയിലുള്ള സിസ്റ്റർ ആയിട്ടുള്ള ഒരു മെമ്മറി എന്ന് പറയാം. സിസ്റ്റർ ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ജസ്റ്റ് പറഞ്ഞു പോകാറ് മാത്രം. കാരണം അവൾക്ക് ആവശ്യമില്ലാത്തൊരു അറ്റൻഷൻ കൊടുക്കണ്ട, മീഡിയയിലുള്ളൊരു അറ്റൻഷൻ കൊടുക്കണ്ട. കാരണം പുള്ളിക്കാരിക്കും കംഫർട്ടബിൾ അല്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല. അത് അവൾക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഞങ്ങളുടെ ഞങ്ങളുടെ ബോണ്ട് വളരെ സട്ടിലായിട്ടുള്ള ഒരു ബോണ്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ മനസ്സിലാകാറുണ്ട് പലതും. പക്ഷെ ഞങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ പറയുക, ഒരുപാട് സംസാരിച്ചിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അത് മനസ്സിലാകാറുണ്ട് പലപ്പോഴും. പിന്നെ ഒരു അച്ഛൻ്റെ ഏറ്റവും നല്ല കാലത്തുണ്ടായ കുട്ടി, അച്ഛൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഈ മക്കളുണ്ടാകുന്ന ഓരോ മക്കൾക്കും അവരുടെ പാരൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അച്ഛൻ്റെ ഒരു 34 ഇയേഴ്സിലുണ്ടായ കുട്ടിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടുണ്ടായ ആളാണ്. അപ്പോൾ അവൾ കണ്ട അച്ഛനും ഞാൻ കണ്ട അച്ഛനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പാരൻസിനെ കണ്ടത് അതിൻ്റെതായ ഡിഫറൻസസ് നമുക്കുണ്ട്. പിന്നെ ഐ ഓൾവേസ് വോണ്ട് മൈ സിസ്റ്റർ ടു ബി സിസ്റ്റർ. ഐ നെവർ വോണ്ട് ഹർ ടു ബി മൈ ഫ്രണ്ട് ആൻഡ് ഓൾ. അവൾ ഷീസ് മൈ ഫ്രണ്ട് എന്ന പറയുമ്പോൾ എന്താ പറയുക, അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ബട്ട് ഐ വോണ്ട് ഹർ ടു ബി മൈ സിസ്റ്റർ. ബിക്കോസ് സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്ററാണ്. നമുക്ക് ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാരെയും സിസ്റ്ററും ബ്രദറും എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് ഇപ്പൊ ഈ പോകുന്ന വഴിക്ക് 2 ദിവസം എന്റെ ബ്രദറിനെ പോലെയാണ്. എന്റെ ബ്രദറിനെ പോലെയാണ്, മാത്രമല്ല എന്റെ ബ്രദർ ആണ് എന്നൊക്കെ പറയും. ബ്രദറാന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടികളാണ് ചെയ്യുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അതൊരു അങ്ങനത്തെ ഒരു ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. അതുകൊണ്ട് സിസ്റ്റർ ഈസ് ഓൾവേസ് സിസ്റ്റർ. വി ആർ ഫ്രം ദ സെയിം ഫാമിലി ട്രീ, സോ വി അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ടു മൈ എന്താ പറയുക, ഞാനായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതും ഇവൻച്വലി ടേൺ ടു ബി ഗുഡ്. അതാണ് ഇദ്ദേഹം. അപ്പോൾ വിഷ്ണു എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു എക്സ്പ്രഷൻ വന്നത് എന്താണെന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് തിരിയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിഷ്ണു ബ്രദർ ഇൻ ലോ ആയിട്ട് വരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രദർ ഇൻ ലോ ഇൻ ദ സെൻസ് അവർ മാരീഡ്, ഇപ്പോൾ അടുത്ത വർഷം മാരീഡ് ആവും. ഈ വർഷം തന്നെ മാരീഡ് ആവും. ഓക്കെ. അപ്പോൾ അതിന് നിമിത്തമായത് ചേച്ചി തന്നെയാണ്? അതെ, നിമിത്തമായത് ഞാനാണ്. ഈ ഒരു നിമിത്തത്തിനെ പറ്റി പറയും, മിണ്ടാതിരുന്നല്ലേ എത്ര നേരം. ഇതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ആളെ വരുന്നതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ട് വന്നിട്ടുണ്ട് ഒരിക്കലും. അവിടെ ഞാൻ ഇതേമാതിരി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വായിക്കാൻ പോയപ്പോൾ ചേച്ചി അവിടെ ഗസ്റ്റായിട്ട് വിളിച്ച് ചേച്ചിയുടെ കൂടെ പുള്ളിക്കാരി വന്ന് അങ്ങനെ ഉണ്ടായി. ഇതിപ്പോ ഇങ്ങനെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? അതെ ചേച്ചി. ഇപ്പൊ പൊതുവെ നമ്മൾ കേട്ടുവരുന്ന ഇതാണ് ഡ്രഗ്സിന്റെ യൂസേജ്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പം ഈ ആർട്ടിസ്റ്റിന്റെ ഇടയിലൊക്കെ അങ്ങനെ യൂസേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളോടുള്ള അപേക്ഷയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക? എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പുറത്തായിരിക്കരുതല്ലോ നമ്മുടെ മ്യൂസിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ജീവിതവും. അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ബലത്തിലായിരിക്കരുത്. നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്ന് തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത്. ഇത് വളരെ വീക്കായിട്ടുള്ളവരായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കണം. പലപ്പോഴും സ്ത്രീകളെ കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ്
ഇപ്പൊ അടുത്ത ന്യൂസ് ഒക്കെ അത് ഭയങ്കര അത് സംശയിക്കപ്പെടില്ല എന്നുള്ളതിന്റെ ഒരു തോന്നലും കൂടെ ഉണ്ടാവണമായിരിക്കും. പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പല സ്ഥലത്തും നമ്മൾ ന്യൂസിൽ തന്നെ സ്ത്രീകൾ ഇങ്ങനെ പലതും അടിച്ചിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നത് കാണാം, ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ പറയുന്ന മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതും വരുന്നുണ്ടെന്ന് തോന്നാം. വളരെ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു കേരളത്തിൽ നിന്ന് ഒരു കോവിഡിന് ശേഷം ഈ ലിവിങ് ടുഗെദർ ഒക്കെ അക്സെപ്റ്റ് ചെയ്തത് അതേ സൊസൈറ്റി തന്നെ ഈ ലഹരി ഉപയോഗവും പ്രശ്നമാവുന്നത് വളരെ സങ്കടകരമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് കൂടെ പാടിയിട്ട് അവസാനിപ്പിച്ചാലോ? യാ ഡെഫിനറ്റ്ലി പാട്ട് പാടാം. അടിപൊളി. അഭയജി, ഈ തിരക്കിനിടയിലും പുതിയൊരു സംരംഭം കൂടി ചേച്ചി തുടങ്ങിയിരിക്കുകയാണ്, ഒരു സാരിയുടെ ബുട്ടീക്ക്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്താണ് പരിപാടി എന്ന് ആദ്യം പറഞ്ഞോളൂ. എനിക്കൊരു സാരിയുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണുള്ളത്. ഇതിപ്പോ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്കിത് എൻ്റെ തന്നെ സംരംഭം ആയതുകൊണ്ടും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വേറൊരു കാര്യമായതുകൊണ്ടും എനിക്ക് ഡ്രസ്സിങ്, ആൾക്കാർ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നതും ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതും ഒരുക്കി കൊടുക്കുന്നതും, ഇപ്പോൾ പറയുന്ന പെങ്ങൾക്കാണെങ്കിൽ കൂടും ഞാനാണ് ഇങ്ങനെ നന്നായിട്ട് ഡ്രസ്സൊക്കെ സാരിയൊക്കെ ചെയ്ത് എന്താ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ വിടാറുള്ളത് പലപ്പോഴും വെളിയിൽ, ലൈക്ക് ഫങ്ഷൻസിനൊക്കെ. അപ്പോൾ എനിക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതൊരിക്കലും ഒരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഹിരൺമയ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ട്. ചേച്ചിയുടെ കോസ്റ്റ്യൂംസിനെ പറ്റിയും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ അത് ട്രോൾ വരാറുണ്ട്, വൈറലാകുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഒരു സ്റ്റോർ തുടങ്ങാന്നുള്ളൊരു ഡിസിഷൻ വന്നിരിക്കുന്നത്. ഇല്ല, സ്റ്റോർ തുടങ്ങാന്ന് പറയുന്നത് എനിക്ക് വർഷങ്ങളായിട്ട്, എനിക്ക് കുറേ ഒരു ഏകദേശം 10 to 11 years ഞാനായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴാണ് അതിനെ ഒരു എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ പണ്ട് തൊട്ടേ ഇതെനിക്ക് ഐഡിയ മനസ്സിലുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്രേസിനെസ്, ഈ വർക്കിലുള്ളൊരു എന്താ പറയുക, ഈ ഡ്രസ്സിങ്ങിലുള്ളൊരു ക്രേസിനെസ് ആക്ച്വലി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതും കൂടെ കൊണ്ടുവരണം എന്നുണ്ട്. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടം ഉള്ളത്. അപ്പൊ അതും കൂടെ എനിക്ക് കൊണ്ടുവരണം എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രസ്സിന്റെ കുറച്ച് ഇറക്കം കുറഞ്ഞാൽ, ഡ്രസ്സിന്റെ കൈയുടെ ഇറക്കം കുറഞ്ഞാൽ ടെൻഷൻ ആവുന്ന അമ്മയെ കണ്ടിട്ടുണ്ട്. ഡ്രസ്സിന്റെ കൈയുടെ ഇറക്കം പിന്നെ അമ്മ സഹിക്കും, പിന്നെ ഈ സ്കേർട്ടിന്റെ സഹിക്കാൻ പറ്റും. അപ്പം ആ അഭിപ്രായമൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇല്ല, അഭിപ്രായത്തിനൊന്നും വലിയ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഷീ വിൽ ഗെറ്റ് ടെൻസ്ഡ് അബൌട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ പോകും. ഈ റൈറ്റ് നൗ ഹർ ഫ്രണ്ട്സ്, പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് ഇപ്പോഴും പുള്ളിക്കാരിയെ വഴക്ക് പറയുന്നത്, എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, അവൾ നന്നായിട്ട്, അവളെ എല്ലാവരും അംഗീകരിക്കുകയല്ലേ, അവൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും അമ്മയ്ക്കൊരു ചെറിയ ടെൻഷനാണ്. ബട്ട് അത് പാർട്ട് ഓഫ് മദേഴ്സ് ഇൻസ്റ്റിങ്സ് ആണല്ലോ, പുള്ളിക്കാരിയുടെ ഒരു തോന്നലുകളാണല്ലോ. അത് ഇറ്റ് വിൽ ഓൾവേസ് ബി ദെയർ. വിട്ടുപോയ 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാം. എപ്പോഴും ഒരു പെൺകുട്ടി ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കുമ്പോഴാണ് മുടി മുറിക്കുക എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഞാൻ അപേക്ഷനെ
മുടി ക്രോപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് കണ്ടിട്ടുണ്ട്, ഇപ്പൊ വേറൊരു സ്റ്റൈലാണ്. അപ്പം സ്വയം സ്റ്റൈൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഞാൻ മുടി മുറിച്ചത് എനിക്ക് വലിയൊരു എന്താ പറയുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ സ്റ്റൈലിങ്ങും എനിക്ക് കാര്യങ്ങളും ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിങ്ങനെ ഒരു വിശ്വാസി ആയതുകൊണ്ട് മുടി മുറിച്ചതിന് ശേഷം എനിക്ക് നല്ലത് സംഭവിച്ചില്ല എന്നൊക്കെ ഒരു തോന്നലുള്ളത് ഞാനിപ്പോൾ വളർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് I love to style myself in a different way. I love to see myself in every situations. അപ്പം അഭിനയം, പിന്നെ മ്യൂസിക്, കമ്പോസിങ്, ഓൺലൈൻ സ്റ്റോർ, ഇനി സ്വന്തമായിട്ട് ഇങ്ങനെ സ്റ്റൈലിംഗ് സ്റ്റൈലിംഗ് മേഖലയിലേക്ക് ഞാൻ പോവില്ല. ഞാൻ എന്നെ തന്നെ സ്റ്റൈൽ ചെയ്യുമായിരിക്കും, പക്ഷെ സ്റ്റൈലിംഗ് മേഖലയിലേക്ക് ഞാൻ പോവില്ല. കാരണം എനിക്കിത് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ പറയുന്ന മാതിരി. സാരി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് പാട്ടും ചെയ്തിട്ട് സാരിയും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ഇതുപോലുള്ളൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ നമ്മൾ കാണണം. അതിന് വേണ്ടിയിട്ടുള്ള ടൈം എൻ്റെ ഇല്ല. ഐ പ്രിഫർ ടു ബി എ സിംഗർ. അപ്പോൾ അതിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. ഓക്കെ, എന്തായാലും ഇത് പാട്ട് പോലെ തന്നെ ചേച്ചി ഇഷ്ടപ്പെടുന്ന മേഖലയൊക്കെ സക്സസ് ആകട്ടെ, അതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് അതിനൊക്കെ സമയം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. സച്ച് എ പ്ലഷർ. അതായത് സച്ച് എ ഗുഡ് വേർഡ്സ്. അതിങ്ങനെ നിർത്തുമ്പോൾ ഇത്ര മനോഹരമായിട്ട് നിർത്താൻ പറ്റുന്നുള്ളൂ. താങ്ക് യു.